എന്നുവെച്ചാൽ ഞാൻ ഭ്രാന്തിൽ തൊട്ടിട്ട് വന്ന മനുഷ്യനാണ്, മരണത്തിൽ തൊട്ട് വന്ന മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് അത് ഗുണമെന്നാണ് ഞാൻ പറയുന്നത്, രണ്ടും തൊടാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അവരെ കൂളായിട്ട് വായിക്കാം. മറ്റേത് ഞാൻ എന്തല്ലാതെ വായിക്കുന്നു. 5 വർഷം സൈക്കോളജി വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു സാധനം 1 മാസം കൊണ്ട് കുത്തിയിരുന്ന് വായിച്ച് അതിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ ദഹിക്കില്ലല്ലോ ഒരിക്കലും. ഒരു 8ാം ക്ലാസ്സുകാരനുള്ളതല്ല അത്. പടിപ്പടിയായിട്ട് നമ്മൾ നേടേണ്ട അറിവാണ്, ഒറ്റയടിക്ക് വാരി വിഴുങ്ങാനുള്ളതല്ല. അത് ഭക്ഷണം ചിലപ്പോൾ അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടാവുന്ന ഒരു ദഹനക്കേടുണ്ടാവുമല്ലോ, അത് അറിവിനുണ്ടാകുക കാര്യം, എല്ലാ കാര്യത്തിനും ഉണ്ടാവാതെ. എന്തും നിങ്ങൾ സെക്സോ എന്താവട്ടെ, ഒരു പരിധിക്കപ്പുറം അധികമായാലും അമൃതും വിഷം എന്ന് പറയും പോലെ അത് എല്ലാവരും ബാധകമാണ്. അറിവായാലും അറിവും വിഷം, അത് അറിവും വിഷവും തീർച്ചയായിട്ടും അത് അനുഭവിച്ചവർക്കറിയാം. മലപ്പുറം ഭാഷയാണ് ഓതി. ഈ അതിൻ്റെ പിന്നിൽ കഥ ഓതി മാറിയാന്ന് പറയാൻ ഈ മതം പഠിക്കാൻ കുട്ടികളെ വിടും അവരുടെ ചെറുപ്പത്തിൽ. അധികം ദരിദ്ര കുടുംബങ്ങളെല്ലാം വിടാം. എന്ന് വെച്ചാൽ അവർ ചിലവൊന്നും പിന്നെ നോക്കണ്ടല്ലോ, ഭക്ഷണം വസ്ത്രമൊക്കെ അവിടെ കഴിഞ്ഞു പോകും. അപ്പോൾ അവിടെ കഠിനമായ മതപഠനം ഉണ്ടാവുക. അധികം വ്യാകരണ